ഏതായാലും അൻവറിന്റെ കൂട്ടവെടിക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി വന്നിരിക്കും. തൃശൂർ പൂരം കലങ്ങിയെങ്കിലും വെടിക്കെട്ട് ഗംഭീരായി. പൂരം കഴിഞ്ഞിട്ടാണ് നടക്കുന്നത്. അൻവറിന്റെ വെടിക്കെട്ട് ശരിക്ക് കൊള്ളേണ്ടടുത്ത് കൊണ്ടിരിക്കും. മലപ്പുറം ജില്ലാ കമ്മിറ്റി അൻവറിനെതിരെ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രസ്താവന ഇറക്കി. അതായത് അൻവർ ദുരുദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ ശത്രുക്കൾക്ക് ആയുധം കൊടുക്കുകയാണ്. പ്രതിപക്ഷം പോലും പറയാത്ത ആരോപണങ്ങളാണ് അൻവർ ഉന്നയിക്കുന്നത്. ഇതുവഴി ഇടതുപക്ഷ സർക്കാരിനെയും ഇടതുപക്ഷ മുന്നണിയെയും വലിയ തോതിൽ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുകയാണ് അൻവർ, ആക്രമിക്കുകയാണ് അൻവർ. അതുകൊണ്ട് അൻവറിന്റെ എല്ലാ ആരോപണങ്ങളും തള്ളിക്കളയുന്നു എന്നാണ് മുഖ്യമന്ത്രി ഒറ്റ വാചകത്തിൽ മറുപടി പറഞ്ഞത്. കേട്ടാൽ ഒറ്റ നോട്ടത്തിൽ നല്ല മറുപടിയാണ്. മുഖ്യമന്ത്രി പറയുന്നു എല്ലാ ആരോപണങ്ങളും തള്ളിക്കളയുന്നു. ഇനി അന്വേഷണം പഴയതുപോലെ തന്നെ നടക്കും. അന്വേഷണം പഴയതുപോലെ നടക്കുമെന്ന് പറഞ്ഞാൽ അൻവർ തന്നെ പറഞ്ഞതാണ്. കാരണം ADGPയെ കുറിച്ച് ADGP തന്നെ അന്വേഷിച്ച് ADGP തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി DGPക്ക് കൊടുക്കും. പൂരം കലക്കിയതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് നമ്മൾ കണ്ടു. ഇനി ADGPയുടെ വിജിലൻസ് അന്വേഷണം എന്താണെന്ന് നമുക്കറിയാം. ഒക്കെ നമുക്ക് മനസ്സിലാവും. ഒരു കുറ്റവും ADGPക്ക് ഇല്ല എന്ന് അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കും. പിന്നെ ഏത് പോലീസിനാണ് ADGP എന്തിനാ RSSകാരെ കണ്ടെന്ന് അന്വേഷിക്കാൻ പറ്റുക? ഏതെങ്കിലും നിയമലംഘനം അതിലുണ്ടോ? മുഖ്യമന്ത്രി പറഞ്ഞ വളരെ തമാശയുള്ള കാര്യമാണ് തന്നെ. ഒരു നിയമലംഘനവും ഇല്ല. നിരോധിക്കപ്പെടാത്ത ഒരു സംഘടനയുടെ നേതാവാണ് RSSന്റെ നേതാവ്. അയാളെ കാണാൻ ADGPക്ക് എന്താ കുഴപ്പം? കണ്ടാൽ എന്താ കുഴപ്പം? കണ്ടാൽ കുഴപ്പമില്ല. അപ്പോൾ അതിനർത്ഥം തന്നെ ഈ സംഗതി ഞാൻ തുടരാൻ പോകുന്നു എന്ന് തന്നെയാണ്. രണ്ടാമത്, അൻവർ LDF വിടുന്നു എന്ന് അൻവർ പറയുമ്പോൾ ഇനി ഒരു പരിധിവരെ മുഖ്യമന്ത്രിക്ക് എളുപ്പമാണ്. കാരണം LDF പാർലമെന്ററി പാർട്ടിയിൽ ഇരിക്കുന്ന അൻവർ പറയുന്ന ആരോപണത്തോളം ശക്തി ഉണ്ടാവില്ല LDF വിട്ട അൻവർ എന്നതാണ് എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് LDFന്റെ പുറത്ത് LDFന്റെ ശത്രുവിന്റെ പാളയത്തിൽ നിൽക്കുന്ന ആളാണ് അൻവർ എന്ന് സ്ഥാപിക്കാനായിരിക്കും മുഖ്യമന്ത്രിയും CPM-ഉം ഇനി ശ്രമിക്കുക എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന്റെ സൂചനയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി വിശദമായ മറുപടി പറയും എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കുറെ വലിയ നീണ്ട നാളത്തെ പോലെ 1-1.5 മണിക്കൂർ എഴുതി കൊണ്ടൊന്ന് വായിക്കും. അത് കുഴപ്പമില്ല. അത് എഴുതാൻ സമയമെടുക്കും. അത് എഴുതാനുള്ള ആളുകളും അതിന്റെ ഗ്രാമറും ഒക്കെ ശരിയാക്കാനും അതിന്റെ വാചകങ്ങൾ ശരിയാക്കാനും അതിൽ സാഹിത്യം ചേർക്കാനും ഒക്കെ പ്രഭാവർമ്മ പോലെയുള്ള കുറെ ആളുകൾ ഉണ്ടല്ലോ രാജ്യത്ത്. അതുകൊണ്ട് അവരത് ചെയ്തോളൂ. അങ്ങനെ ചെയ്ത് ആ അർത്ഥത്തിൽ അൻവറിനെ ഒരു ശത്രുവായി കണ്ട് അൻവറിനെ ഒഴിവാക്കാനുള്ള വലിയ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കുമെന്ന് ചരിത്രത്തിനെ പറയാൻ പറ്റൂ. കാരണം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ സത്യമുണ്ട് എന്ന് പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിയിൽ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരുപാട് പേർ ഉറച്ചു വിശ്വസിക്കുന്നു എന്നതാണ് പ്രശ്നം. അതെങ്ങനെ മുഖ്യമന്ത്രിയുടെ ഒറ്റവാചകം കൊണ്ടോ ഈ പറഞ്ഞ ADGPക്കെതിരെ ADGP നടത്തുന്ന അന്വേഷണം കൊണ്ടോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇനി എന്നാണ് 4 പേജ് എഴുതിക്കൊണ്ടു വായിക്കുക എന്ന് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. ഇപ്പോ ഏറ്റവും തമാശയുള്ള ഒരു കാര്യം, അൻവർ ഇപ്പൊ രാജിവെച്ചത്. അൻവർ രാജിവെച്ചാൽ വയനാടിനോടൊപ്പം വയനാട് മണ്ഡലത്തിന്റെ കൂടി ഭാഗമായ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന ഒരോളമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട. 2 ഇലക്ഷനും ഒന്നിച്ച് നടത്തിയാൽ അതിന്റെ അഡ്വാൻറ്റേജ് UDFനാവും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം കൂടുതൽ ശക്തമാവുക പ്രിയങ്ക ഗാന്ധിയുടെ വരവാണ്. ആ ഘട്ടത്തിൽ അൻവറിന് സ്വതന്ത്രനായി അവിടെ മത്സരിച്ചു നിൽക്കുക. LDFും UDFും BJP നിൽക്കുന്നിടത്ത് അൻവർ സ്വതന്ത്രനായി മത്സരിച്ചു. നമുക്കറിയാം അൻവർ മുമ്പ് ഏറനാട് സ്വതന്ത്രനായി മത്സരിച്ച് ഏതാണ്ട് 2ാം സ്ഥാനത്ത് വന്നാണ്. CPI 4ാം സ്ഥാനത്തേക്ക് പോയി ഏറനാട് സ്ഥാനാർത്ഥി. അപ്പൊ എന്ന് പറഞ്ഞാൽ അൻവറിന് അവിടെ വ്യക്തിപരമായ വോട്ടുകൾ ഉണ്ടാവും. അൻവറിന്റെ പണമുണ്ട്, ബന്ധുബലമുണ്ട്, സൗഹൃദ ബന്ധുബലമുണ്ട്, ഒക്കെ ഉണ്ടാവും. അങ്ങനെ വന്നാൽ LDFന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിന്റെ വലിയൊരു പങ്ക് അൻവർ പിടിക്കും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. 2700 വോട്ടിനാണ് കഴിഞ്ഞ തവണ അൻവർ ജയിച്ചത് എന്ന് പറഞ്ഞാൽ ആ ബാലൻസ് മുഴുവൻ തെറ്റും. അവിടെ UDF ഈസി ആയിട്ട് ജയിക്കും. അൻവർ ജയിച്ചില്ലെങ്കിൽ അൻവർ 2ാം സ്ഥാനത്ത് വരും. LDF 3ഓ 4ഓ സ്ഥാനത്തേക്ക് പോകും. അങ്ങനെ വന്നാൽ ഗവൺമെന്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും അത്. അങ്ങനെ ഒരു ഓപ്ഷൻ അൻവറിന്റെ മുമ്പിലുണ്ട്. മൂന്നാമത്തെ അൻവറിന്റെ ഓപ്ഷനാണ് പൊതുവെ ആളുകൾ കണക്കാക്കുന്നത്. അതാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ നൽകിയ ഒരു സൂചന. അൻവർ പ്രതിപക്ഷത്തേക്ക് പോവുകയാണ് എന്നതാണ്. അൻവറിന് പ്രതിപക്ഷത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ചില ലോക്കൽ നേതാക്കന്മാർക്കൊക്കെ അൻവർ വരണമെന്നുണ്ടാവും. പക്ഷേ അൻവറിനെ ഇതേപോലെ UDFിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിൽ എതിർപ്പുള്ള ഒരുപാട് പേർ UDFിൽ തന്നെ ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം, അൻവറിന്റെ നല്ല അല്ലെങ്കിൽ പരിസ്ഥിതി ദ്രോഹങ്ങളൊന്നും ആവില്ല അവരുടെ പ്രശ്നം.
അവർ ഉയർത്തിക്കാട്ടാൻ പോകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അൻവർ ഉന്നയിച്ച ഏറ്റവും വൃത്തികെട്ട ഒരു ആരോപണമുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന്. അത് കേട്ട് ചിരിക്കുകയും കൈകൊട്ടുകയും അത് ശരിവെക്കുകയും ചെയ്ത ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് ആലോചിക്കും. അപ്പോ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ വേണ്ടി വരും, അവരും വരികയാണ്. അപ്പോൾ അങ്ങനെ പരിശോധിക്കാൻ പോവുകയാണെങ്കിൽ ആ കാര്യത്തിൽ അൻവർ പറഞ്ഞ കാര്യം, അൻവർ ഇന്നലെ ചെറിയ തോതിൽ ഒന്ന് ചവിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല, ഗാന്ധി കുടുംബത്തോട് എനിക്ക് സ്നേഹമുണ്ട്, ഞാൻ കോൺഗ്രസ് ആയിരുന്നു, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്ര എളുപ്പത്തിൽ മാച്ചു കളയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ കരുതുന്നില്ല രാഹുൽ ഗാന്ധിക്കെതിരെ. മാത്രവുമല്ല, അൻവർ ചെയ്തിട്ടുള്ള മറ്റ് തെറ്റുകൾ, അത് ക്രിമിനൽ കുറ്റങ്ങൾ പലതും, കയ്യേറ്റമായാലും തടയണ നിർമ്മാണമായാലും പാർക്ക് നിർമ്മാണമായാലും ഒക്കെ തന്നെ ഒരു പരിധിവരെ കോൺഗ്രസിനകത്തും ലീഗിനകത്തും കുറെ പേർക്കെങ്കിലും വലിയ പ്രശ്നമുണ്ടാക്കാവുന്ന കാര്യമാണ്. എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ കെ സുധാകരന്റെ ഭാഷയിൽ അൻവർ തിരുത്തി വന്നാൽ എടുക്കാം എന്ന് പറയുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അൻവറിന് UDF-ലേക്കുള്ള പ്രവേശനം ഒരു സാധ്യത ആയി അവിടെ നിലനിൽക്കുന്നു. ഈ 3-4 ഓപ്ഷനുകളിൽ അൻവർ ഏത് തിരഞ്ഞെടുക്കുമെന്നത് നിശ്ചയിക്കുന്നത് അൻവർ മാത്രമാവില്ല. കാരണം UDF തീരുമാനിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ CPM തീരുമാനിച്ചു കഴിഞ്ഞല്ലോ അൻവറിനെ പുറത്താക്കി. അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പോകും. ഈ 4ാമത് ഒരു സാധ്യതയും ഇല്ലെങ്കിലും ഞാനൊരു ഓപ്ഷൻ പറയുകയാണ്. അൻവറിനെ CPI എടുത്താലോ, CPI സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ അൻവർ മത്സരിക്കാൻ തീരുമാനിച്ചാലോ എന്ന ചോദ്യമുണ്ട്. CPIയുടെ ആളായി അൻവർ മാറുകയും അവിടെ മത്സരിച്ചില്ലെങ്കിൽ പോലും അൻവറിന് വന്നാൽ അങ്ങനൊരു സാധ്യതയുണ്ടോ? കാരണം CPI തന്നെ ഇപ്പോൾ ഇവിടെയുള്ള 4 മന്ത്രിസ്ഥാനവും ചില വിപ്പ് സ്ഥാനവും ചില കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനവും ഉള്ളതുകൊണ്ട് മാത്രം CPM-ന്റെ കൂടെ നിൽക്കുന്നതാണ് എന്ന് വ്യക്തമാണ്. പിന്നെ നട്ടലിലുള്ള സെക്രട്ടറി ഒന്നും അതിനില്ല. അതിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു ഒക്കെ ജനയോഗത്തിൽ എഴുതുമെങ്കിലും ബിനോയ് വിശ്വം ഇതുവരെ വായ തുറന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയെ വിശ്വാസമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.